സ്റ്റാർട്ട് ചെയ്യാം. അവർ ഫസ്റ്റ് റിലേഷനിലായപ്പോൾ എന്നോടാ പറഞ്ഞേ. കേട്ടപ്പോൾ തന്നെ എനിക്ക് പ്രീ അപ്രൂവ്ഡ് ആയിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു അവനെ. ജോൺസനെ അഞ്ജുനെ നേരത്തെ ഫാമിലീസ് അറിയാം. ഭയങ്കര എന്താ പറയുക, സ്വന്തം ഫാമിലി പോലെയായിരുന്നു അന്ന് മുതൽ. ഞങ്ങളുടെ റിലേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 1 year കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, അതൊക്കെ ഭയങ്കര ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സെയിം ചർച്ചിലെ അൽത്താര പ്രാരനായിരുന്നു. ഭയങ്കര ദൈവിക പാതയിൽ പോയിരുന്ന ചെറുതായതുകൊണ്ട് വീട്ടുകാരൊക്കെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. അന്നേരം അവർക്ക് അന്ന് ആ സമയത്ത് ഒരു അട്രാക്ഷൻ മാത്രമാണെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 വർഷമാവുന്നു. കഥ പറയാൻ കുറേ ഉണ്ട്. മണവാള ചെറുക്കനെ ചന്തം ചേർക്കാൻ പിടിച്ചിരുത്തിക്കോട്ടെ. ഒരു ദിവസം രാത്രി ഞങ്ങൾ ഞാൻ ജോൺസൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അഞ്ജുവിനെ ഇഷ്ടമെന്നുള്ളൊരു കാര്യം പറയുന്നത്. വീട്ടുകാർക്ക് വലിയ ഇതൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് പഠിത്തം പഠിച്ചു കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഉണ്ടെങ്കിൽ നടത്താം എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന്. What you got is more than gold, so sure 100% this way. So take care of Johnson. മൊത്തത്തിൽ പൊളിയാണ്. മൊത്തത്തിൽ പൊളിയാണ്. അഞ്ജു എന്ന് പറയുമ്പോൾ എനിക്ക് ഇമോഷണലിയും പേഴ്സണലിയും അവളായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കാരണം മൂത്തേച്ച് ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവളായിട്ടായിരുന്നു. അനിയന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാവർക്കും ത്യാഗം ചെയ്യും. റിലേഷൻ എന്ന് പറയുന്നത് മൊത്തം ഇതി അങ്ങനത്തെ റിലേഷനാണ്. കാരണം ഞാൻ ഭയങ്കര ഷോർട്ട് റിലേഷൻ ഭയങ്കര കാമൺ ആണ്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ പെർഫോം ചെയ്താൽ തന്നെ പെട്ടെന്ന് അടി ഉണ്ടാക്കും. ഞാൻ കട്ട് കിട്ടും, ഞാൻ 2 ദിവസത്തേക്ക് ആളെ ബ്ലോക്ക് ചെയ്യും, അങ്ങനത്തെ പരിപാടിയൊക്കെ. പക്ഷേ ജോൺസൺ പിന്നെയും കാമായിട്ട് വന്ന് സോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അഞ്ജു ഞാൻ ഒത്തിരി അഡ്മയർ ചെയ്യുന്നൊരു പെൺകൊച്ചാണ്. അവള് സ്റ്റഡീസ് ലോൺ എടുത്തു, കാനഡയിൽ ചെന്നു. ആ ലോണെല്ലാം 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് തന്നെല്ലാം എടുത്ത ലോണെല്ലാം വീട്ടി ലൈസൻസ് എടുത്ത് നെക്സ്റ്റ് ഹൈവേയിൽ 110 പോയ ആളാണ്. ഒരു പേടിയില്ല, എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ് ഒരുപാട്. ഞാൻ ഒത്തിരി അഡ്മയർ ചെയ്യുന്നൊരു പെൺകൊച്ചാണ്. ആഗ്രഹിച്ച് സന്തോഷമായിട്ട് കൂടുന്ന ഒരു ഇവൻ്റ്. ഭയങ്കര ആഗ്രഹിച്ച് അവർ 4 വർഷമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. 4 വർഷം കൂടിയാണ് അവർ കാണുന്നത്. ജോൺസൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആള് ബ്ലാ 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 ബ്ലാ, അത് വാ തുറന്ന് അടക്കില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. ജോൺസന്റെ പേരൻസ് ആയാലും ഭയങ്കര അടുത്ത പപ്പയിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അടുത്ത അമ്മയമ്മയും ഇപ്പോൾ എന്നെ വിളിച്ചായാലും അതും ഭയങ്കര പാവം ആ ഒരു പപ്പയാണ്. അവർ ഞങ്ങളുടെ റിലേഷനാണ്. നോന്ന് ആരും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ജോൺസൺ. ഞാനും ഹസ്ബൻഡും സെയിം ചർച്ചിലായിരുന്നു. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങൾ അറിയാൻ നടക്കാനാണ്. റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതൊരു യൂത്തിൻ്റെ പ്രോഗ്രാമിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത്.
പിറ്റേ ദിവസം ആൾക്ക് എക്സാമാണ്. പിന്നെ ഫിസിക്സോ ബിടെക് പഠിക്കുമ്പോൾ ഫിസിക്സിൻ്റെ എക്സാമാണ്. ആ എക്സാമിൻ്റെ തലേദിവസം രാത്രി ഇരുന്ന് വെളുപ്പിന് 5 മണി വരെ ഇരുന്ന് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ സംസാരിച്ച് വന്നതിന് ശേഷമാണ് ഓക്കെ ഒരു റിലേഷൻ ഞങ്ങൾ തമ്മിൽ സ്റ്റാർട്ടാകുന്നത്. അഞ്ചു വരെയെങ്കിലും എനിക്ക് ചെറുപ്പം മുതലേ അറിയാൻ പറ്റുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ ഒരുമിച്ചായിരുന്നു. അവൾ നല്ല ആക്റ്റീവാണ്. എല്ലാവരും സ്നേഹവും കരുതലൊക്കെ ഉള്ള കുട്ടിയാണ്. എൻ്റെ അനിയന് അങ്ങനെ ഒരു ആളെ കിട്ടിയത് ഏറ്റവും അധികം സന്തോഷം. അവന്റെ എല്ലാ ഉയർച്ചയിലും അഞ്ചു താങ്ങും തമ്മിലുമായിട്ട് കൂടെ നിൽക്കുന്ന ആശംസിക്കുന്നു. വീട്ടുകാരൊക്കെ പിടിച്ച് കെട്ടിക്കാറായി. അങ്ങനെ പ്രേമിച്ച് നടക്കണ്ട, കെട്ടിക്കോ എന്നുള്ള സീനായി ഇപ്പൊ. രണ്ടുനാളെ ബ്രേക്കപ്പായി, പിന്നെ പാച്ചപ്പായി, ലിറ്റിലേക്ക് എത്തുന്നു. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ കുട്ടിയാണ്, ഈ ഒരു ഇഷ്ടം നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നല്ല സ്ട്രോങ് ആയതുകൊണ്ടൊക്കെ പോയി, ഇത്ര നാള് പോയി. ആ കാര്യം ഇന്ന് നടന്നു, അതിലൊത്തിരി സന്തോഷമായി. ഇപ്പൊ എനിക്കറിയാവുന്ന അവളുടെ വീട്ടിലെ പപ്പയും അമ്മയും ചേച്ചി അനിയത്തി അവരെല്ലാവരും എനിക്കറിയാവുന്ന. അഞ്ചുവിന്റെ ചേച്ചിക്കും എൻ്റെ ചേച്ചിയും ഏകദേശം സെയിം പ്രായക്കാർ തന്നെയാണ്. പിന്നെ അടുത്തൊരു അവനിന്റെ കുട്ടി വിഷമം വന്നാലും എനിക്ക് ഭയങ്കര വിഷമമാണ്. The way it feels our lungs, the fire burns in the night sky. This life will keep us young, yeah. എന്ത് പ്രശ്നം ഉണ്ടായാലും വിട്ടിട്ട് പോലാവുന്നൊരു ഉറപ്പുണ്ടായിരുന്നു രണ്ടുപേർക്കും. അതുകൊണ്ട് ഇവിടെ വരെ എത്തി. മതിയായി. Sleep by the ocean, our hearts will move with the tide, and we will wake in the morning to see the sun. സഹോദരനൊരു മകനെ പോലെയാണ്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. I'm moving far away,
dream. You know what I mean. I'm moving far away. അഞ്ജുവിനും ജോൺസണേട്ടയ്ക്കും ഒരു അടിപൊളി ലൈഫ് നേരുന്നു. അടിച്ചു പൊളിക്കുക. ഒരുപാട് മിസ് ചെയ്യും. Feels like we're in a dream. You know what I'm moving far away. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. Where it's just you and me. Feels like we're in a dream. You know what I'm moving far away. Feels like we're in a dream. You know what I mean.